ന്യൂഡൽഹിയിലെ US എംബസിയിൽ B1 B2 വിസ കിട്ടിയ ഒരു വ്യക്തിയുടെ അനുഭവം റെഡിറ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. വളരെ വേഗത്തിലും എളുപ്പത്തിലുമായിരുന്നു കാര്യങ്ങൾ. വെറും 40 സെക്കൻഡുകൾ മാത്രമാണ് എടുത്തത്. റെഡിറ്റിലെ ഈ പോസ്റ്റ് വിസ കിട്ടാൻ പോകുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. ജോലിക്കും ടൂറിനുമായി വിസക്ക് അപേക്ഷിച്ച ഒരാളാണ് തൻ്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. ആദ്യം പേടിയുണ്ടായിരുന്നു, കാരണം ഒരു സഹപ്രവർത്തകന് വിസ കിട്ടിയില്ല. പക്ഷേ നല്ല രീതിയിൽ തയ്യാറെടുത്ത് ആത്മവിശ്വാസത്തോടെ ഇരുന്നപ്പോൾ വിസ കിട്ടി. ഡൽഹിയിലെ കോൺസുലേറ്റിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. 1 മിനിറ്റിനുള്ളിൽ വിസ അപ്രൂവ്ഡ് ആയി എന്നും അദ്ദേഹം പറയുന്നു. വിസ ഓഫീസർ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്: എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത്? ജോലി എന്താണ്? എന്തൊക്കെയാണ് ചെയ്യുന്നത്? എത്ര നാളായി ഈ ജോലി ചെയ്യുന്നു? ശമ്പളം എത്രയാണ്? എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകി. അതിനുശേഷം വിസ ഓഫീസർ വിസ അപ്രൂവ് ചെയ്തു. ഒരു രേഖയും ചോദിച്ചില്ല. അപേക്ഷകൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ താങ്ക്സ് പറഞ്ഞു, നല്ലൊരു വാരാന്ത്യം ആശംസിച്ചു, അവരും തിരിച്ചാശംസിച്ചു, എല്ലാം വളരെ നല്ല രീതിയിലായിരുന്നു എന്നാണ്. വിസ കിട്ടാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിസ ഓഫീസറെ നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്യുക, ശരീരഭാഷയിൽ ആത്മവിശ്വാസം കാണിക്കുക, പോക്കറ്റിൽ കൈയിട്ട് നിൽക്കാതിരിക്കുക, എല്ലാ രേഖകളും തയ്യാറാക്കി വെക്കുക, ചോദിച്ചില്ലെങ്കിലും ഉപകാരപ്പെടും, ചുരുങ്ങിയ വാക്കുകളിൽ ഉത്തരം പറയുക. മറ്റൊരാൾക്ക് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ട് വിസ കിട്ടാതെ പോയെന്നും റെഡിറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നല്ലപോലെ തയ്യാറെടുക്കുന്നതും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതും വളരെ പ്രധാനമാണ്. ആദ്യമായി വിസക്ക് അപേക്ഷിക്കുന്നവർക്ക് ഈ അനുഭവം ഒരു പ്രചോദനമാകും. കൂടാതെ BO ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയും നൽകണം. അതേസമയം വിദ്യാർത്ഥികൾക്കും സാധാരണ യാത്രക്കാർക്കും US വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിസ കിട്ടാനുള്ള കാത്തിരിപ്പ് 1 വർഷം വരെ നീളുന്നുവെന്ന പരാതികൾ ഉയരുന്നുണ്ട്. കൂടാതെ വിസയുടെ കാര്യത്തിൽ പല പുതിയ മാറ്റങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വിസ കിട്ടാൻ 1.5 വർഷം വരെ എടുക്കുന്നുണ്ട്. അതായത് 2026 അവസാനത്തോടെ മാത്രമേ വിസ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്നാൽ വടക്ക്, കിഴക്ക്, തെക്ക് ഭാഗങ്ങളിൽ ഏകദേശം 1 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. ട്രാവൽ ഏജന്റുമാർ പറയുന്നതനുസരിച്ച് വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടിയിട്ടുണ്ട്. പുതിയ നിയമങ്ങളനുസരിച്ച് നിങ്ങൾ വിസ എടുക്കാൻ ബുക്ക് ചെയ്ത ദിവസം പോയില്ലെങ്കിൽ 120 ദിവസത്തേക്ക് പുതിയ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ കഴിയില്ല. ഇത് ഇൻ്റർവ്യൂ ഇല്ലാത്ത വിസകൾക്കും ബാധകമാണ്. അതുപോലെ 2025 ജനുവരി 1 മുതൽ വിസയുടെ അപ്പോയിൻമെൻറ്റ് 1 തവണ മാത്രമേ മാറ്റാൻ പറ്റൂ. നേരത്തെ ഇത് 2 തവണ മാറ്റാൻ സാധിക്കുമായിരുന്നു. COVID-19 മഹാമാരിക്ക് ശേഷം വിസ കിട്ടാൻ താമസം വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതൊരു വർഷം വരെ നീളുന്നുവെന്ന് ഫ്ലൈ ഡൈവിംഗ് ട്രാവൽസിൻ്റെ സഹസ്ഥാപകനും സിഒയുമായ കപിൽ ജെയിൻ പറയുന്നുണ്ട്. ജനുവരിക്ക് മുൻപ് 8 മുതൽ 9 മാസം വരെയായിരുന്നു കാത്തിരിപ്പ്. എന്നാൽ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടും വിസ കിട്ടാനില്ല എന്നാണ് വാർത്തകൾ. വിസ നിരസിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. നല്ല രേഖകൾ ഉണ്ടായിട്ടും ബിസിനസ്, വിനോദ യാത്രകൾക്ക് നിരസിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോലിയുള്ള ചില ആളുകൾക്ക് അത്യാവശ്യമായി അമേരിക്കയിൽ പോകേണ്ടി വരും. അവർക്ക് ഇവിടെ വിസ കിട്ടാൻ താമസിക്കുന്നതുകൊണ്ട് സിംഗപ്പൂരിലും തായ്ലൻഡിലും പോയി വിസ എടുക്കേണ്ട ഗതികേടുണ്ടെന്ന് കേസരി ടൂർസിൻ്റെ ഡയറക്ടറും ഔട്ട്ബൗണ്ട് ടൂർ ഓപ്പറേറ്റർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ ഹിമാൻഷു പാട്ടീൽ പറയുന്നുണ്ട്.